ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർഗനക്സ്. ഇറ്റ്സ് മീ വടകൻ. എടാ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മുടെ മോഡൽ എക്സാമിന് വന്ന 3 ക്വസ്റ്റ്യൻസ്. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. ദ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ ഈസ്. ദ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ ഈസ്. എടാ, ഒരു സോളിഡ് സ്ഫിയറിന്റെ എന്ത് തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ TSA തന്നിട്ടുണ്ട്. TSA ഈസ് ഈക്വൽ ടു എത്രയാണ്? 120 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ സ്ഫിയറിനെ 2 ഹെമിസ്ഫിയർ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 4πr² എന്നല്ലേ? 4πr² ഈസ് ഈക്വൽ ടു 120. ആ ഇൻറ്റു 4നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? πr² ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് πr² is equal to 30 സെന്റിമീറ്റർ സ്ക്വയർ. ഡൗട്ട് ഉണ്ടോ? πr² കിട്ടി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ അർദ്ധഗോളത്തിന്റെ ആകെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? TSA is equal to 3πr². എത്ര πr²? 3πr². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 3 ഇൻറ്റു πr² എന്ന് പറഞ്ഞാൽ 30 ആണ്. πr² എന്ന് പറഞ്ഞാൽ 30 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 90 സെന്റിമീറ്റർ സ്ക്വയർ. സെറ്റല്ലേ? സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഒരു സ്ക്വയർ പിരമിഡിന്റെ എന്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്? ലാറ്ററൽ സർഫസ് തന്നിട്ടുണ്ട്, പാർശ്വമുഖം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണം, ഹൈറ്റ് കണ്ടുപിടിക്കണം, വോളിയം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കടാ? ഇവിടെ ശ്രദ്ധിച്ചേ, ഈ പറയുന്ന ചിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന 25ഉം 25ഉം 30 ഒക്കെ ആരാടാ? 25ഉം 25 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഇ എന്ന് പറഞ്ഞാൽ 25 ആണ്. പിന്നെ അടിയിലുള്ള 30 ആരാടാ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറഞ്ഞ്. അടിയിലുള്ള 30 എന്ന് പറഞ്ഞാൽ നമ്മുടെ എ അല്ലേ? ബേസ് എഡ്ജ് അല്ലേ? പാദവക്കല്ലേ? സോ ഞാൻ എഴുതുന്നു A ഈസ് ഈക്വൽ ടു 30. ഇനി എന്താണ് ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടത്? എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് L ആണ്, സ്ലാൻഡ് ഹൈറ്റ് ആണ്. L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? L ഈസ് ഈക്വൽ ടു L² ഈസ് ഈക്വൽ ടു E² മൈനസ് A/2 ഹോൾ സ്ക്വയർ. ചാമ്പിക്കോ? L² ഈസ് ഈക്വൽ ടു E² എന്ന് പറയുമ്പോൾ 25ന്റെ സ്ക്വയർ മൈനസ് A/2 എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ. A എന്ന് പറഞ്ഞാൽ 30, A/2 എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് L² ഈസ് ഈക്വൽ ടു 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാടാ? 625 മൈനസ് ഈ 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 215. L² ഈസ് ഈക്വൽ ടു 400 എന്ന് കിട്ടും. ആ സ്ക്വയറിനെ നമ്മൾ ഇങ്ങോട്ട് കടത്തിയാൽ എന്ത് സംഭവിക്കടാ? ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു √400. √400 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 20. എത്ര? 20. L കിട്ടി. എന്ത് കിട്ടി? L കിട്ടി. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? സ്ലാൻഡ് ഹൈറ്റ് പറഞ്ഞാൽ അടുത്തത് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എങ്ങനെയാടാ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് സിമ്പിൾ ദാറ്റ് A തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് 30 ആണ്, L എന്ന് പറയുന്നത് 20 ആണ്. എങ്ങനെയാടാ H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? H ഈസ് ഈക്വൽ ടു പറഞ്ഞ് H² ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? L² മൈനസ് A/2 ഹോൾ സ്ക്വയർ. That is H² is equal to L² ആരാ? L² എന്ന് പറഞ്ഞാൽ 20യുടെ സ്ക്വയർ മൈനസ് A/2 ആരാ? A/2 എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ. That is equal to H² is equal to 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആണടാ. 400ൽ നിന്നും 15ന്റെ സ്ക്വയർ ആയിട്ടുള്ള 225 ഞാൻ കുറയ്ക്കുന്നു. That is H² is equal to 175 എന്ന് കിട്ടും. ആ സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ട് കടത്തിയാൽ എന്ത് സംഭവിക്കടാ? H is equal to √175. ഇതിന് റൂട്ട് ഉണ്ടോ? ഇല്ലാത്ത റൂട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോണ്ട, അവിടെ വെച്ചോളി. ഇനി നമ്മളോട് C ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എന്താ C ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? പറഞ്ഞേ. യെസ്, C ക്വസ്റ്റ്യനിൽ നമ്മളോട് വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? വോളിയം കണ്ടുപിടിക്കാനാണ്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 1/3a²h. എന്താണ്? 1/3a²h. ദാറ്റ് ഈസ് വോളിയം ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു A² എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു H എന്ന് പറഞ്ഞാൽ √175. 30യിൽ എത്ര 3 ഉണ്ടടാ? 10 ടൈംസ് ആണ്. സോ V ഈസ് ഈക്വൽ ടു 300 √175 സെന്റിമീറ്റർ ക്യൂബ്. കിട്ടി. ആൻസർ കിട്ടിയല്ലോ. യെസ്,
മൂവിങ് ടു ദ നെക്സ്റ്റ്. അടുത്തതിലേക്ക് കടക്കുന്നു. ഒരു കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കോൺ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 216 ഡിഗ്രി ആണെന്ന് പറയുന്നു. ഇത് 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 കട്ട് ചെയ്തിട്ടുള്ള വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 25 ആണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്ന് ആ സബ് ക്വസ്റ്റ്യൻ എയിൽ ചോദിച്ചത്. എടാ, വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരാ? വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലാൻഡ് ഹൈറ്റ് തന്നെയാണ്. സോ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 25 തന്നെയാണ്. സബ് ക്വസ്റ്റ്യൻ എന്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ആർ കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് ആർ ബൈ എൽ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 360. ചിലവരുടെ കുട്ടികൾ തലയിരിച്ചായിരിക്കും പഠിച്ചത്. എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആറ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ആറ് അങ്ങനെ തന്നെ കിടക്കട്ടെ. എല്ലാരാടാ എല്ലാരാ എല്ല് 25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ആരാ? സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360. എടാ നോക്കടാ, ആ ആറിന്റെ അടിയിലുള്ള ബൈ 25 ഞാൻ അങ്ങോട്ട് നടുക്കട്ടെത്തി. യെസ്, ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു പറഞ്ഞ് 216 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 360. വെട്ടടാ എങ്ങനെ വെട്ടാ? നോക്കിയേ, വെട്ടാൻ അറിയാത്തവരുടെ ശ്രദ്ധിച്ചോളി. 216ന്റെ പകുതി എടുത്താൽ 108, 360ന്റെ പകുതി എടുത്താൽ 180, 108ന്റെ പകുതി എടുത്താൽ 54, 180ന്റെ പകുതി എടുത്താൽ 90, 54ന്റെ പകുതി എടുത്താൽ 27, 90ന്റെ പകുതി എടുത്താൽ 45. ഇപ്പൊ ആരൊക്കെ ബാക്കിയുള്ളത്? ആർ ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 45. ഇനിയും വെട്ടാലോ? 25നെ വെട്ടിയാൽ 25ൽ എത്ര അഞ്ചുണ്ട്? 5 45ൽ എത്ര അഞ്ചുണ്ട്? 9 എണ്ണം. എടാ 27ൽ എത്ര 9 ഉണ്ട്? 9ൽ 9 ഒന്നാണെങ്കിൽ 27ൽ 9 3 ഇപ്പൊ ബാക്കി ആരാളുള്ളത്? ആർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു 15. എത്ര? 15 സെന്റിമീറ്റർ. ബേസ് റേഡിയസ് കിട്ടി. എന്ത് കിട്ടി? ബേസ് റേഡിയസ് കിട്ടി. അടുത്തത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വോളിയം ആടാ. വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് വേണം. ഹൈറ്റ് ആദ്യം കണ്ടുപിടിക്കാൻ എൽ ഇവിടെ തന്നിട്ടുണ്ട്. എൽ 25 ആണ്, ആർ 15 ആണ്. ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. എങ്ങനെയാ? എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ദാറ്റ് ഈസ് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എല്ലാരാ 25 ആണ്. 25ന്റെ സ്ക്വയറിൽ നിന്നും ആർ സ്ക്വയർ ആയിട്ടുള്ള 15 സ്ക്വയറിന് ഞാൻ കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 625 മൈനസ് 225. ദാറ്റ് ഈസ് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 625 225 കുറയ്ക്കുന്ന സമയത്ത് എനിക്ക് 400 എന്ന് കിട്ടും. ഈ സ്ക്വയറിന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കടാ? എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 400. ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ഹൈറ്റ് കിട്ടി 20 എന്ന്. എന്നാൽ വോളിയം കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം. എടാ, വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ബേസ് റേഡിയസ് 15 ആണെന്നറിയാം. ഹൈറ്റ് എന്ന് പറയുന്നത് 20 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാടാ എൻ്റെ മക്കള് വോളിയം കണ്ടുപിടിക്കുന്നത്? ഒന്ന് പറഞ്ഞു തന്നേ. വോളിയം ഈസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദാറ്റ് ഈസ് വോളിയം ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 15 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 20. 15ഉം എടാ 15ഉം 3ഉം വെട്ടിയാല് ഇവിടെ ബാക്കി വരുന്നത് 5 ആണ്. സോ ബാക്കി എന്ത് വരും? ഒന്ന് പെട്ടെന്ന് നോക്കി പറഞ്ഞേ. യെസ്, 15 ഇൻറ്റു 20 എത്രടാ? 5 20 30. 30 ഇൻറ്റു 5 1500. സോ വോളിയം ഈസ് ഈക്വൽ ടു 1500 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഹോ ഗയാ തൂ ഹോ ഗയാ ദിൽ ഓരായേ സേ ദിൽ ആ ഗയാ ആ ഗയാ. കഴിഞ്ഞില്ലേ. നാളെ എക്സാമിന് കയറുന്ന സമയത്തും ഇതുപോലെ നല്ല ചില്ലായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ പാടി കണ്ടിട്ട് എക്സാം ഹാളിലേക്ക് കയറാൻ നമുക്ക് പറ്റണം. കാരണം നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പാടി ആടി കണ്ടിട്ട് എക്സാം ഹാളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇറ്റ്സ് മീ സെനിൻ വാടകൻ signing off from RK Next. Bye bye. See you later.